അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അൻ ജാബിറിൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലില്ലാഹി ഇൻദ കുല്ലി ഫിത്റിൻ ഉത്തഖ ഫദാലിക ഫീ കുല്ലി ലൈല. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം അഹ്മദ് റഹിമഹുല്ലയും ഇമാം തൊബ്രാനി റഹിമഹുല്ലയും ഇമാം ഇബ്നു മാജ റഹിമഹുല്ലയും എല്ലാം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്. ഇന്ന ലില്ലാഹി ഇൻദ കുല്ലി ഫിത്റിൻ ഉത്തഖാ മിനന്നാർ വദാലിക ഫീ കുല്ലി ലൈല. എല്ലാ ദിവസവും രാത്രി അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. നോമ്പ് തുറക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഒട്ടേറെ ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ ദിവസവും രാത്രിയിൽ അത് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. വിശുദ്ധ റമദാനിലെ എല്ലാ രാത്രികളും എല്ലാ പകലുകളും നരകമോചനത്തിന്റെ പകലുകളാണ്, രാത്രികളാണ്. നരകമോചനം റമദാനിൽ ഏറെ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. റമദാനിൽ നരകത്തിൽ നിന്നും വിമോചിപ്പിക്കപ്പെടുന്ന അതിസൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്നത്, ഈ ഹദീസിൽ പറഞ്ഞ ഉത്തഖാഇന്റെ മോചിതരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്നത് റമദാന്റെ പരമപ്രധാനമായ നേട്ടങ്ങളിൽ ഒന്നാണ്. അതിന് റമദാനിലെ ആരാധനകൾ ഒരിക്കലും അലങ്കാരങ്ങളായി മാറരുത്, മറിച്ച് അവയെല്ലാം വളരെ ആത്മാർത്ഥമായി മാറണം. എപ്പോഴും അള്ളാഹുവോട് പ്രാർത്ഥിക്കണം, പടച്ച റബ്ബേ, നിന്റെ അടുക്കൽ റമദാനിലെ എല്ലാ രാപ്പകലുകളിലും നരകമോചനം ലഭിക്കുന്ന ഒരുപാട് സൗഭാഗ്യവാന്മാരുണ്ടല്ലോ, ആ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ എന്ന്. ആ പ്രാർത്ഥനയ്ക്ക് അനുഗുണമാകുന്ന രൂപത്തിൽ ഏറെ പ്രവർത്തിക്കണം, മത്സരിച്ച് മുന്നേറണം. വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ വേണ്ടി, നരകത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി മത്സര ബുദ്ധിയോടുകൂടി മുന്നേറണം. വിശുദ്ധ ഖുർആന്റെ മുന്നിൽ, ആരാധനകളുടെ മുന്നിൽ, ജനസേവനത്തിന്റെ മുന്നിൽ, ആളുകൾക്കുള്ള സഹായത്തിന്റെ മുന്നിൽ, എല്ലാ അർത്ഥത്തിലും റമദാനിലെ സമയങ്ങളെ ചൈതന്യവത്താക്കാൻ കഴിയണം. റമദാനിലെ സമയങ്ങളെ ഏതെല്ലാം അർത്ഥത്തിൽ ചൈതന്യവത്താക്കുന്നുവോ, എത്രത്തോളം ആർത്തിയോടുകൂടി ഉപയോഗിക്കുന്നുവോ, അതനുസരിച്ചാണ് നമുക്ക് അതിന്റെ എല്ലാ നേട്ടങ്ങളും നേടിയെടുക്കാൻ കഴിയുക. റമദാനിലൂടെ കടന്നുപോയത് കൊണ്ട് ഒരിക്കലും നരകമോചനം സാധ്യമാവുകയില്ല, മറിച്ച് ആ റമദാനെ ശരിയാം വിധം ഉപയോഗിക്കുവാനും റമദാനിലൂടെ അള്ളാഹു എത്രത്തോളം പുണ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ പറഞ്ഞുവോ, എത്രത്തോളം സൽക്കർമ്മങ്ങളിലൂടെ മുന്നേറാൻ പറഞ്ഞുവോ, അത്രത്തോളം മുന്നേറാനും ജീവിതത്തിൽ ഏറ്റവും സാർത്ഥകമായ റമദാനെ മാറ്റിയെടുക്കാനും സാധ്യമാകണം. അതിന് കൃത്യമായ ആസൂത്രണം വേണം. ആസൂത്രണമില്ലാതെ, മുന്നൊരുക്കമില്ലാതെ ഒരു കാര്യവും നാം ചെയ്യാറില്ല. റമദാനെ കുറിച്ചും നല്ല ആസൂത്രണവും മുന്നൊരുക്കവും വേണം. തീർച്ചയായും ഈ റമദാനിൽ ഞാൻ ഖുർആൻ അർത്ഥസഹിതം ഇത്ര തവണ ഇത്രയേറെ വായിക്കും, ഖത്തം തീർക്കും. അങ്ങനെ ഒരു ഭാഗത്ത് ഖുർആനെ സംബന്ധിച്ച് ഇത്ര എന്റെ സാധ്യമാവുന്നതിന്റെ പരമാവധി ദാനം ചെയ്യും, ഇത്ര സുന്നത്തുകളിൽ മുന്നേറും, ഇന്ന കാര്യങ്ങൾ ചെയ്യും. അതിനെല്ലാം സമയത്തെ ഈ രൂപത്തിൽ ഡിവൈഡ് ചെയ്ത് വീതിച്ച് ഞാൻ മുന്നോട്ട് പോകുമെന്ന് കൃത്യമായ പ്ലാനിംഗ്, ടൈം ടേബിൾ റമദാനുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കണം. മറ്റു മാസങ്ങളിൽ നിന്നും ചെറിയ വ്യത്യാസത്തോടെ കടന്നു പോകേണ്ട മാസമല്ല റമദാൻ, വലിയ വ്യത്യാസത്തോടെ കടന്നു പോകേണ്ട മാസമാണ്. അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് നൽകിയ മഹത്തായ മാസം. ആ മാസത്തെ പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് ഈ ഹദീസിൽ ഓഫർ ചെയ്ത എല്ലാ രാത്രികളിലും നരകത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും, നമ്മുടെ കുടുംബാംഗങ്ങളുമെല്ലാം ഉൾപ്പെടണം. അങ്ങനെ ഉൾപ്പെടാനുള്ള മനസ്സോടുകൂടി നന്മയിൽ മുന്നേറുകയും പ്രവർത്തന നിരതരാവുകയും ചെയ്യുക. പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ.